70% അടുക്കുകയാണ് പോളിംഗ് ഇപ്പോൾ വയനാട്ടിൽ. കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക് ചേരുകയാണ്. സുനിൽ, 70% പിന്നിട്ടിരിക്കുന്നു കണ്ണൂരിലെ വോട്ടിംഗ് ശതമാനം. എന്താണ് ഇപ്പോഴവിടുത്തെ വിവരങ്ങൾ, വിശദാംശങ്ങൾ? വളരെ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ വളരെ വീറും വാശിയും നിറഞ്ഞ പ്രചാരണമായിരുന്നു കണ്ണൂരിൽ നടന്നത്. ആ പ്രചാരണം കാടിളക്കി നടന്ന ആ പ്രചാരണത്തിന്റെ ഒരു എഫക്ട് പോളിംഗിലും കൃത്യമായി ഉണ്ടാവുന്നുണ്ട് എന്ന് തന്നെയാണ് പോളിംഗ് ശതമാനം സൂചിപ്പിക്കുന്നത്. വൈകിട്ട് 4:45 വരെയുള്ള കണക്കനുസരിച്ച് 70.30% ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നു. 1.25 മണിക്കൂർ കൂടി ഇനി വോട്ടിങ്ങിന് ബാക്കിയുണ്ട്. അതോടുകൂടി എത്തുമ്പോഴേക്കും കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം മറികടക്കാനാണ് സാധ്യതയെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ 80.6% ആളുകളായിരുന്നു കഴിഞ്ഞ തവണ കണ്ണൂരിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ആ പോളിംഗ് ശതമാനത്തെ മറികടന്നേക്കും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നമുക്കുള്ളത്. കാരണം ഇപ്പോഴും വലിയ തോതിൽ നീണ്ട നിര ദൃശ്യമാണ് പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ. കൂടുതലും സ്ത്രീ വോട്ടർമാരുടെ നിര കാണാം. വലിയ തോതിൽ ആളുകൾ വോട്ടിങ്ങിനായി ഇപ്പോഴും എത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. രാവിലെ പല ബൂത്തുകളിലും ഏതാണ്ട് 20ഓളം പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വോട്ടിംഗ് വൈകിയിരുന്നു. പക്ഷെ അതിനുശേഷം വലിയ തോതിൽ ആളുകൾ വോട്ട് ചെയ്യുന്നതിനായി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തി. ഉച്ചയ്ക്കും പക്ഷെ പോളിംഗിൽ വലിയ കാര്യമായ മാന്ദ്യം അനുഭവപ്പെട്ടില്ല. കടുത്ത ചൂടായിരുന്നു. ആ ചൂടിനെ അവഗണിച്ചു പോലും ആളുകൾ വലിയ തോതിൽ വോട്ട് ചെയ്യാനായി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തി. ഇപ്പോൾ വൈകിട്ട് ആകുമ്പോഴേക്കും പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ അടക്കം വലിയ തിരക്കാണ്, വലിയ നീണ്ട ക്യൂ ആണ് പോളിംഗ് സ്റ്റേഷനുകളിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും കനത്ത പോളിംഗ് ആണ് നടക്കുന്നത്. ഈ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടാകുന്ന വലിയ വർധനവ് ആരെയാണ് സഹായിക്കുക എന്നത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും വരുന്ന ഒരു 1.25 മണിക്കൂർ കഴിയുമ്പോഴേക്കും കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തെ മറികടന്നേക്കുമെന്നാണ് പ്രതീക്ഷ. തീർച്ചയായും 70% പിന്നിട്ടിരിക്കുന്നു കണ്ണൂരിലെ പോളിംഗ് ശതമാനം. കേരളത്തിലാകെ 62.9% പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. വരുന്ന 1 മണിക്കൂറിലധികം സമയം ഇനിയും ബാക്കിയുണ്ട്. അപ്പോഴേക്കും ഒരു റെക്കോർഡ് പോളിംഗിലേക്ക് കേരളം എത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നത്.